ഹലോ, ഇത് ഞങ്ങളുടെ സ്ലൊവേനിയയിലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ നാളെ രാവിലെ തിരിച്ച് മ്യൂണിക്കിൽ പോവും. വെയിറ്റ് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കും മുന്നേ ഒരു ക്വിക്ക് റീക്യാപ്പ്. ഫാമിലി ആയിട്ട് വെക്കേഷന് പോകാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് അണ്ടർ റേറ്റഡ് ഡെസ്റ്റിനേഷൻ ആണ് സ്ലൊവേനിയ. 5 ദിവസത്തെ ഞങ്ങളുടെ ലുബ്ലിയാന ട്രിപ്പിലെ ലാസ്റ്റ് 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പക്ഷെ അതിനു മുന്നേ ഫാമിലി ആയിട്ടൊരു വെക്കേഷന് 4-5 ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാമെന്ന് കണ്ടാലോ? ലൂബ്ലിയാനയിൽ എത്തുന്ന ദിവസം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയാൽ ഇവിടുത്തെ സിറ്റി സെന്റർ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നോവി ഫൗണ്ടിൽ നിന്ന് തുടങ്ങി ലുബ്ലിയാനിക്ക റിവറിന്റെ സൈഡിലൂടെ നടന്ന് പ്രസിഡന്റ് സ്ക്വയറിലെത്തി ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയറിൽ കുറച്ച് ടൈം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇവിടെയുള്ള ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഈ ഡേ അവസാനിപ്പിക്കാം. ഫസ്റ്റ് ഡേ തന്നെ സ്ലൊവേനിയയിലെ മെയിൻ 3 ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യുന്ന ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ആദ്യം തന്നെ യൂറോപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേക്സ് ആയ ലേക്ക് ബ്ലഡ് ഉള്ള ഏരിയയിലേക്ക് പോവാം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, ടിക്കറ്റ്സ് എടുത്ത് ബ്ലഡ് കാസിൽ മ്യൂസിയവും വിസിറ്റ് ചെയ്യാം. ഈ കാസിലും മ്യൂസിയം ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പുറത്ത് നിന്ന് ലേക്ക് ബ്ലഡിന്റെ നല്ലൊരു വ്യൂ എൻജോയ് ചെയ്യാം. ആൻഡ് ഫൈനലി ഈ ഏരിയയിലെ ഒരു സ്പെഷ്യാലിറ്റി ആയ ബ്ലഡ് കേക്ക് കഴിക്കാം. ഇത്രയും കഴിഞ്ഞിട്ട് ലേക്ക് ബ്ലഡ് പ്രോമനേഡിലേക്ക് പോവാം. ഇവിടെ നിന്ന് ലേക്ക് ബ്ലഡിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പിക്നിക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസോ ഒക്കെ പ്ലാൻ ചെയ്യാം. ഇവിടെ വന്നാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ഇവിടുത്തെ ട്രഡീഷണൽ പ്ലെറ്റ്ന ബോട്ടിൽ ഒരു റൈഡ്. ടിക്കറ്റ് എടുത്ത് ഈ ബോട്ടിൽ ബ്ലഡ് ലേക്കിന്റെ നടുക്കുള്ള ഐലൻഡ് വരെ ഒരു റൈഡ് പോവാം. ആൻഡ് ഐലൻഡിൽ ഒരു 45 മിനിറ്റ്സ് കറങ്ങി നടന്ന് തിരിച്ച് അതേ ബോട്ടിൽ തിരിച്ചു വരാം. ഒരാൾക്ക് ഏകദേശം 20 യൂറോസ് ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ലേക്ക് ബ്ലഡിന് ശേഷം മറ്റൊരു ലേക്കും വിസിറ്റ് ചെയ്യാം, ലേക്ക് ബോഹിഞ്ച്. ഒരു പിക്നിക് ഒക്കെ ചെയ്ത് ലേക്കിലിറങ്ങി കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ പോകാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് വിൻഗാഗോച്ച്. യൂലിയൻ ആൽപ്സിന്റെ ഇടയിലൂടെ ഒരു 1.5 കിലോമീറ്റേഴ്സ് വരുന്ന ഒരു ട്രെക്കിംഗ് ട്രെയിലാണ് സംഭവം. ആൻഡ് ഈ ഏരിയയിൽ വരുമ്പോൾ എന്തായാലും ഈ പ്ലേസ് മിസ്സാക്കരുത്, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ കാഴ്ചകൾ. രണ്ടാമത്തെ ദിവസം കുറച്ച് ലൈറ്റായിട്ട് പ്ലാൻ ചെയ്ത് ലൂബ്ലിയാന സിറ്റി ഫുള്ളി എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ ഒരു ഐറ്റ്നറി സെറ്റ് ചെയ്യാം. ഇവിടുത്തെ ഓൾഡ് ടൗൺ സെന്ററായ പ്രസിഡന്റ് സ്ക്വയറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു സാൽമൺ പിങ്ക് ചർച്ച് ഉണ്ട്, ഫ്രാൻസിസ്കൻ ചർച്ച് ഓഫ് അനൗൺസിയേഷൻ. ടൈം ഉണ്ടെങ്കിൽ ഈ ചർച്ച് വിസിറ്റ് ചെയ്യാം. ലൂബ്ലിയാന സിറ്റിയിൽ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ കുറേ യുണീക്ക് ആയിട്ടുള്ള ബ്രിഡ്ജസ് ഉണ്ട്. ഈ സ്ക്വയറിലുള്ള ബ്രിഡ്ജിന്റെ പേരാണ് ട്രിപ്പിൾ ബ്രിഡ്ജ്. ഈ സ്ക്വയറിന്റെ അടുത്ത് തന്നെയുള്ള സെൻട്രൽ മാർക്കറ്റാണ് വേറൊരു അട്രാക്ഷൻ. കുറേ ലോക്കൽ പ്രോഡക്ട്സും സുവനീസും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ഒരു ഏരിയ, പിന്നെ ക്ലോത്ത്സ് ഒക്കെ വിൽക്കുന്ന വേറൊരു ഏരിയ. സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനായ ഡ്രാഗൺ ബ്രിഡ്ജ്. 4 ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ ഡ്രാഗൺ സ്കൾപ്ചേഴ്സ് ഉള്ള ഒരു ബ്രിഡ്ജ്. അവിടുന്ന് കുറച്ചുകൂടെ നടക്കുമ്പോൾ കാണാം അടുത്ത ഒരു ബ്രിഡ്ജ്. ഇതിന്റെ പേരാണ് ബുച്ചേഴ്സ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന്റെ അടിയിൽ നിന്നാണ് ലൂബ്ലിയാനിക്ക റിവറിലൂടെയുള്ള കുറേയൊക്കെ ബോട്ട് സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഈവനിങ് ടൈമിൽ ഈ റിവറിലൂടെയുള്ള ബോട്ട് റൈഡ് മറ്റൊരു മെയിൻ ആക്ടിവിറ്റിയാണ്. മൂന്നാമത്തെ ദിവസം കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ലൂബ്ലിയാനയുടെ കുറച്ച് സൗത്ത് സൈഡിലുള്ള പോസ്റ്റോജിന ഏരിയയിലുള്ള 2 മെയിൻ അട്രാക്ഷൻസ് കവർ ചെയ്യുന്ന ഒരു ഡേ ട്രിപ്പ്. ഫസ്റ്റ് അട്രാക്ഷൻ ലോകത്തിലെ ഏറ്റവും വലിയ കേവ് കാസിലായ പ്രിഡ്ജാമ കാസിൽ. ഒരു മിഡീവൽ ആർക്കിടെക്ചറൽ വണ്ടർ തന്നെയാണ് ഈ കാസിൽ. ആൻഡ് ഒരു 2 to 3 hours കാണാനുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അടുത്തത് സ്ലൊവേനിയയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു നാച്ചുറൽ വണ്ടറായ പോസ്റ്റോജിന കേവ്സ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ആകുന്ന കേവ് ഫോർമേഷൻസ് ആണ് ഈ പോസ്റ്റോജിന കേവ്സിന്റെ സ്പെഷ്യാലിറ്റി. ഈ 2 അട്രാക്ഷൻസും കവർ ചെയ്ത് ഒരു ഈവനിങ് ഒക്കെ ആവുമ്പോൾ തിരിച്ചെത്തുവാണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ലൂബ്ലിയാന കാസിലും വിസിറ്റ് ചെയ്യാം. സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ടടുത്താണ് ലൂബ്ലിയാന കാസിലേക്കുള്ള ഫ്യൂണിക്കുലർ സ്റ്റേഷൻ. ഒരു 2 to 3 hours സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. ഫോർത്ത് ഡേ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ട് ലൂബ്ലിയാനിൽ നിന്ന് അടുത്ത് കിടക്കുന്ന ക്രൊയേഷ്യ വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. ക്രൊയേഷ്യയുടെ ക്യാപിറ്റലായ സാഗ്രബിലേക്കോ ഞങ്ങൾ പോയ പോലെ ക്രൊയേഷ്യയിലെ തന്നെ ഒരു ബീച്ച് ടൗൺ ആയ റിയേക്കയിലേക്കോ ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ആൻഡ് ഫൈനലി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റിലാക്സ്ഡ് ഈവനിങ് ആൻഡ് നൈറ്റ് കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിക്കാം. ഇന്നപ്പോൾ ഞങ്ങൾ ആക്ച്വലി പോയത് ക്രൊയേഷ്യയിലാണ്. രാവിലെ ഇവിടെ നിന്നൊരു ട്രെയിൻ എടുത്ത് ഞങ്ങൾ ക്രൊയേഷ്യ പോയി തിരിച്ച് ബസ്സിൽ തിരിച്ചു വന്നു. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയി കണ്ട സ്ഥലങ്ങളൊക്കെ തന്നെ ഒന്നും കൂടെ ഒന്ന് പോയി ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി എന്തായാലും ഞങ്ങൾ 3 പേരും ലൂബ്ലിയാന മിസ് ചെയ്യും അല്ലേ? ലൂബ്ലിയാന തീർച്ചയായും മിസ് ചെയ്യും. ബ്യൂട്ടിഫുൾ സിറ്റി.
അതെ. And especially we will miss the cute dragons. ക്യൂട്ട് ഡ്രാഗൺസ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും നമുക്ക് ഡ്രാഗൺസ് കാണാം. വേറെ ഒരു സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഡിസ്നി ലാൻഡിലോ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഇവിടെ പിള്ളേർക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഡ്രാഗൺ സിറ്റി ഓഫ് ഡ്രാഗൺസ് എന്നോ അങ്ങനെ എന്തോ പറയുന്നത് ലുബ്ലിയാനേനെ. ഇവരുടെ എന്തൊക്കെ സ്റ്റോറി ഉണ്ടോ നമ്മൾ നോക്കിയിട്ട് പറയാം അല്ലേ. സോ ഞങ്ങൾ നൈറ്റായി, ഓൾമോസ്റ്റ് 8 ആയി. ഞങ്ങൾ ക്രൊയേഷ്യയിൽ നിന്ന് ഒരു 6:30 ഒക്കെ ആയിട്ട് തിരിച്ചെത്തിയതാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഈ നൈറ്റ് ചുമ്മാ ഒന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇപ്പം ഈ സമ്മർ ആയതുകൊണ്ട് ഇപ്പോഴൊന്നും ഇരുട്ടില്ല. ഒരു 9:30-10 മണി വരെയൊക്കെ 9:10 മണി വരെയൊക്കെ കാണും ഈ ഒരു വെളിച്ചം. അതുകൊണ്ട് ആ ഒരു സമയത്ത് പോയി എല്ലാം കണ്ട് ഒന്നും കൂടിയൊക്കെ എല്ലാ ഒരു മെമ്മറീസൊക്കെ നമുക്കൊന്ന് റീകളക്ട് ചെയ്തിട്ട് റീവിസിറ്റ് ചെയ്തിട്ട് പോവാം. നാളെ രാവിലെ തിരിച്ച് മ്യൂണിക്കിലോട്ട്. സ്ലൊവേനിയ ശരിക്കും രസമായിരുന്നു. ബേസിക്കലി ഒരു സോഫാർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ക്ലീനാണ് സിറ്റി, ആൾക്കാരൊക്കെ ഒത്തിരി നല്ലതാണ്. വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളും, സേഫ് ആണെന്നാണ് പറയുന്നത്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് സേഫാണ്. നൈറ്റ് ആണേലും കിഡ്സിനുള്ളതും ഒക്കെ ഉണ്ട്, കുറേ ആക്ടിവിറ്റീസും അങ്ങനെ ഇങ്ങനെയൊക്കെ. ലൈക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ സുവനീസ് തന്നെ ഇവിടുത്തെ ഡ്രാഗൺ ആണ്, അറിയാമോ? ഡ്രാഗൻ്റെ ടോയ് ആണ് ഇവിടുത്തെ സുവനീസ്. ഇവിടെ മാഗ്നറ്റിൽ വരെ ഫുള്ള് ഡ്രാഗൺ ഒക്കെയാണ്. കാണിച്ചു തരാം. സോ വിൽ ഡെഫിനറ്റ്ലി മിസ് സ്ലൊവേനിയ അല്ലേ. ബ്യൂട്ടിഫുൾ കൺട്രി ആൻഡ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഈവനിങ് പരിപാടിയിലേക്ക് കിടക്കാം. നൈറ്റ് വൈബ്സ് ഒക്കെ ആസ്വദിച്ച് ലുബ്ലിയാന ടൗൺ സെൻറ്ററിലൂടെ ഒരു കറക്കം, പിന്നെ എവിടെ നിന്നെങ്കിലും ഒരു ഡിന്നർ. ഇതാണ് മെയിൻ പ്ലാൻസ്. പോകുന്ന വഴി ഞങ്ങൾ ഇവിടുത്തെ ഒരു പോപ്പുലർ ഷോപ്പായ പഫിയിലെ മിനി പാൻകേക്സ് ട്രൈ ചെയ്തു. ആംസ്റ്റർഡാമിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ പാൻകേക്സിൽ എന്തെങ്കിലും ടോപ്പിംഗ്സും ഒക്കെ വെച്ച് തരുന്ന ഒരു ഐറ്റം. അങ്ങനെ ഫ്രഷ് ആയിട്ടുണ്ടാക്കുന്ന പാൻകേക്സിൽ വൈറ്റ് ചോക്ലേറ്റും ചെറിയ മാഷ്മെല്ലോസും ഇട്ട ഒരു ഓപ്ഷനാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. പ്രസിഡന്റ് സ്ക്വയർ നൈറ്റ് ടൈമിൽ നല്ലൊരു ഹാപ്പനിങ് പ്ലേസ് ആണ്. ഇവിടെ കുറേ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് അന്നുവും ഇന്ന് നല്ലൊരു മൂഡിലായിരുന്നുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് കൂടി. ഇവിടുത്തെ പല ടൈപ്പ് ബ്രിഡ്ജസ് കാണുന്ന കൂട്ടത്തിൽ ഞങ്ങൾ മിസ് ചെയ്ത ഒന്നാണ് റിബിയ ബ്രിഡ്ജ്. നൈറ്റ് ടൈമിൽ ഇതിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഈ ഏരിയസ് നിറയെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ആൻഡ് ഈവനിങ് ആയാൽ എല്ലാ പ്ലേസസും ഫുള്ളി പാക്ഡ് ആയിരിക്കും. സോ ഡിന്നർ പ്ലാൻസ് ഉണ്ടെങ്കിൽ എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇവിടുത്തെ ഒരു പോപ്പുലർ റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു ടേബിൾ ഒപ്പിച്ചു. സ്ലൊവേനിയയിൽ ഫേമസ് ആയ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഇവിടുത്തെ വൈൻ. ഈ വെക്കേഷൻ ട്രിപ്പ് റാപ്പപ്പ് ആയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ ട്രൈ ചെയ്തു ഇവർ റെക്കമെൻഡ് ചെയ്ത ഒരു വൈറ്റ് വൈൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഈവനിങ്ങിലെ വിശേഷങ്ങൾ. അങ്ങനെ ആടി ഒലഞ്ഞ് തിരിച്ച് റൂമിലേക്ക്. അങ്ങനെ 5 ദിവസത്തെ നീണ്ട വെക്കേഷന് ശേഷം ഞങ്ങൾ ഇന്ന് മ്യൂണിക്കിലേക്ക് തിരിച്ചു പോകും. ലുബ്ലിയാന സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ റിട്ടേൺ ട്രെയിൻ. സോ രാവിലെ റിലാക്സ്ഡ് ആയിട്ട് എഴുന്നേറ്റ് ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്തിറങ്ങും. Going back home.
എനിക്ക് പെട്ടിയുടെ കൂടെ ഒരു സാധനം കൂടെ കിട്ടി. ലൂബ്ലിയനിൽ ഞങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ കണക്ഷൻസും ആണ്. സ്ലോവേനിയയുടെ ഹില്ലി ടോപ്പോഗ്രഫി കാരണം ഇവിടെ ഹൈ സ്പീഡ് ട്രെയിൻ കണക്ടിവിറ്റി കുറവാണ്. ഉള്ള ട്രെയിൻ കണക്ഷൻസൊക്കെ നല്ല ഡിലേയും. ഞങ്ങളുടെ ട്രെയിൻ ഒരു 30 minutes ഡിലേ ആയിട്ടാണ് വന്നത്. ബട്ട് എനിവേസ് വി ഹാഡ് എ ലോഡ് ഓഫ് ഫൺ ഹിയർ. സോ ഇതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. ഈ സ്ലോവേനിയ വെക്കേഷൻ സീരീസിലെ വീഡിയോസ് കണ്ടവർക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇനി അടുത്തൊരു വെക്കേഷൻ സീരീസിൽ കാണാം. ബൈ.